belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith we live. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. ക്രൈസ്റ്റ് ആർമിയിലേക്ക് സ്വാഗതം. God's love is so wonderful. God's love is so wonderful. Yes, God's love is so wonderful. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടും. ഇന്ന് ക്രൈസ്റ്റ് ആർമിയോടൊപ്പം ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കാണുമ്പോൾ സിസ്റ്ററിന് ഒത്തിരി സന്തോഷം വരുന്നുണ്ട് മനസ്സിൽ. കാരണം നിങ്ങളുടെ ഈ പുഞ്ചിരി ഉണ്ടല്ലോ, ശരിക്ക് ഹൃദയത്തെ ഒത്തിരി സന്തോഷം നൽകുന്ന പുഞ്ചിരിയാണ്. പലപ്പോഴും സിസ്റ്റർ ഓർത്തിട്ടുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ചിരിച്ച മുഖമല്ലേ എല്ലാവർക്കും ഇഷ്ടം? ഇങ്ങനെ വാടി തളർന്ന മുഖം ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമില്ല. നല്ല സന്തോഷമായിട്ട് പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന മുഖമാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. അപ്പോൾ ഈ സ്നേഹത്തെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഗാപ്പയെക്കുറിച്ചാണ്. അഗാപ്പെ എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തെക്കുറിച്ച്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ആദ്യത്തെ സിമ്പിളാണ് നമ്മുടെ ജീവിതം, അല്ലേ? ഈ ഭൂമിയിൽ ദൈവം ജെയ്സനെ സൃഷ്ടിച്ചു, ആഞ്ചലിനെ സൃഷ്ടിച്ചു, സ്വിസലിനെ സൃഷ്ടിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ഈശോയുടെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹ ശ്വാസമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയത്. ഈശോ സ്നേഹിക്കുന്നത് പല രീതിയിലാണോ അതോ ഒരുപോലെയാണോ? നിങ്ങളെ ഈശോ സ്നേഹിക്കുന്നത് ഒരുപോലെ അല്ല. ഓരോരുത്തരെയും ഈശോ സ്നേഹിക്കുന്നത് ഓരോ തരത്തിലാണ്. യുണീക്ക് ലവ് എന്ന് പറയും നമ്മൾ. നിന്നോടുള്ള സ്നേഹം എനിക്ക് വ്യക്തിപരമായ സ്നേഹമാണ്. നിന്നോടുള്ള സ്നേഹം വ്യക്തിപരമാണെന്ന് ഈശോ പറയണേ. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നതല്ല, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടു പിരിയുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ വലിയൊരു സാധനം മോഷ്ടിച്ചാൽ പോലും, ആരെങ്കിലും നിങ്ങൾ കൊലപാതകം ചെയ്താൽ പോലും ഈശോ നിങ്ങളെ വെറുക്കില്ല. ഈശോ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. ഈശോയുടെ സ്നേഹം അനന്തമാണ്. അനന്തം എന്ന് വെച്ചാൽ എന്താ? അതൊരിക്കലും അവസാനിക്കില്ല. അത് അചഞ്ചലമാണ്. അത് മാറി പോകില്ല. ചിലപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ മമ്മി അടിക്കില്ലേ? മമ്മി പറയില്ല എനിക്ക് നിന്നെ ഇഷ്ടമില്ലടാ എന്ന് പറയില്ല ചില സമയത്ത്. എൻ്റെ മമ്മി പറയാറുണ്ടായിരുന്നു. നിങ്ങളുടെ മമ്മി പറയാറുണ്ടോ? ദേഷ്യം വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയില്ലേ മമ്മിയും പപ്പയൊക്കെ? അപ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷേ ഈശോ അതുപോലും നമ്മളോട് പറയില്ല. ഈശോയ്ക്ക് നമ്മളോട് പിണങ്ങാൻ പറ്റില്ല. അത്രത്തോളം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. ഈശോയെ കുരിശിൽ തറച്ചവരോട് പോലും ഈശോ എന്താ ചെയ്തേ? ക്ഷമിച്ച് ഈശോ അവരെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നല്ലേ. നമ്മൾ വിശുദ്ധരുടെ ജീവിതം എടുക്കുമ്പോൾ വിശുദ്ധരുടെ കയ്യിൽ ചിലപ്പോൾ കാണാറില്ലേ, ഉണ്ണീശോയെ കാണാറുണ്ടോ? വിശുദ്ധ അന്തോണീസ് പുണ്യാളുടെ കയ്യിൽ, പിന്നെ ആരുടെ കയ്യിൽ, അങ്ങനെ പല വിശുദ്ധരുടെയും കയ്യിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? ഉണ്ണീശോയുടെ രൂപം കാണാറുണ്ട്. ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട ഒരു കഥ നിങ്ങൾക്ക് സിസ്റ്റർ പറഞ്ഞു തരാം. വിശുദ്ധ അമ്മ ത്രേസ്യ, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കഥ. വിശുദ്ധ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കോൺവെൻറ്റ് കാണാൻ പോകുമ്പോൾ, നമ്മളത് സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ വലിയ പിള്ളേരൊക്കെ ആയിട്ട് കാശൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ടൂർ പോവില്ലേ ഹോളി ലാൻഡിലേക്ക്, അങ്ങനെയൊക്കെ പോകുമ്പോൾ പോകണം കേട്ടോ. ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കോൺവെൻറ്റിലേക്ക്.
അവിടെ പോകുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൽ കാണും ഉണ്ണീഷോ ഇങ്ങനെ ഒരാളെ കാത്തിരിക്കുന്ന ഒരു രൂപമുണ്ട്. എവിടെ? സ്റ്റെപ്പ് കയറി പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ കഥ എങ്ങനെയാണ്? ഉണ്ണീഷോ ഇടയ്ക്കിടയ്ക്ക് ആവിലായിലെ അമ്മ ത്രേസ്യയെ കാണാൻ വരുമ്പോൾ ഇവരൊത്തിരി നേരം ഇരുന്ന് വർത്താനം പറയും, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയും, ചിരിച്ച് കളിച്ചൊക്കെ. ആരുടെ കൂടെ? അമ്മ ത്രേസ്യയുടെ കൂടെ, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കൂടെ ചെയ്യുമ്പോൾ ബെല്ലടിക്കുമ്പോൾ അമ്മ ത്രേസ്യ പറയും, അയ്യോ ബെല്ലടിച്ചു, നിയമം പാലിക്കണ്ടേ, കോൺവെൻറ്റിൽ നിയമം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ വിശുദ്ധി. അപ്പോൾ പറയും, അയ്യോ ബെല്ലടിച്ചു, എനിക്ക് ചോറുണ്ണാൻ സമയമായി, ഞാൻ പോയി ചോറുണ്ടിട്ട് വരാം, ഉണ്ണീഷോ ഇവിടെ ഇരിക്കട്ടോ. ആരോടാ പറയണേ? കൂട്ടുകാരനോടാ? ഉണ്ണീഷോടെ എന്താ പറയണേ? ഇവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറയാം. നിയമം പാലിച്ചിട്ട് നിയമം തെറ്റിക്കാൻ പറ്റില്ല. ഉണ്ണീഷോ ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് നിയമം തെറ്റിക്കാൻ പറ്റില്ല, ഞാൻ പോയി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഉണ്ണീഷോ അമ്മ ത്രേസ്യയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ആ കഥ അവിടെ നിൽക്കുമ്പോൾ അടുത്ത് തന്നെ പറയുന്നതാണ് സഭാപിതാക്കന്മാർ, ഇതുപോലെ തന്നെ കൊച്ചു ത്രേസ്യയുടെ അടുത്ത് ഉണ്ണീഷോ പോയി. കൊച്ചു ത്രേസ്യയുടെ അടുത്ത് പോയി ഉണ്ണീഷോ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിച്ചപ്പോൾ കൊച്ചു ത്രേസ്യ എന്താ ചെയ്തതെന്നറിയോ? കൊച്ചു ത്രേസ്യ ഉണ്ണീഷോയോട് പറഞ്ഞില്ല, അവിടെ നിൽക്കുന്നു പറഞ്ഞില്ല. കൊച്ചു ത്രേസ്യ പറഞ്ഞു, ഇന്ന് ഞാൻ ത്യാഗം ചെയ്യാം, ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കണില്ല, ഉണ്ണീഷോയുടെ കൂടെ ഞാൻ എൻ്റെ സമയം ചെലവഴിക്കും, ഞാനിന്ന് ഭക്ഷണം കഴിക്കണില്ല, ഞാനിന്ന് ഭക്ഷണം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് കൊച്ചു ത്രേസ്യ ഉണ്ണീഷോയെ സ്നേഹിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ബർന്നദീത്തോയോട് അവളുടെ സുപ്പീരിയർ ചോദിക്കുന്നുണ്ട്, ഓക്കെ ആവിലായിലെ അമ്മ ത്രേസ്യ ഭക്ഷണം കഴിക്കാൻ പോയി, ഉണ്ണീഷോയെ അവിടെ നിർത്തിയിട്ട്. കൊച്ചു ത്രേസ്യ ഭക്ഷണം കഴിച്ചില്ല. വിശുദ്ധ ബർന്നദീത്തെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വിശുദ്ധ ബർന്നദീത്തെ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ഈശോയെ കൂട്ടിക്കൊണ്ടു പോവും ചോറുണ്ണാൻ. ഓരോരുത്തരും ഈശോയെ സ്നേഹിച്ച രീതി വേറെയാണ്. ഈശോ അവരെ സ്നേഹിച്ചതും വ്യത്യസ്തമായിട്ടാണ്. നിങ്ങളിപ്പോഴൊന്ന് ചിന്തിച്ച് നിങ്ങൾ എങ്ങനെ ഈശോയെ സ്നേഹിക്കണേ? എങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഈശോയെ? എങ്ങനെയാണ് നിങ്ങൾ ഈശോയെ സ്നേഹിക്കണേ? ഉണ്ണീഷോ നിങ്ങളുടെ അടുത്തേക്കാണ് വന്നതെന്നൊന്ന് ഓർക്ക്. നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് പോകുമ്പോഴായിരിക്കും ഈശോ വന്നത്. നിങ്ങളപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വരാട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമോ? അതോ നിങ്ങൾ ഈശോ വാ നമുക്ക് ഒരുമിച്ച് എക്സാം എഴുതാമെന്ന് പറയുമോ? അതും അല്ലെങ്കിൽ നിങ്ങൾ പറയാം എന്നാൽ എക്സാം പോട്ടെ, എൻ്റെ ഈശോയല്ലേ വലുത്, എക്സാം ഒന്നും വേണ്ട എനിക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈശോയുടെ കൂടെ കളിച്ച് വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുമോ? ഈശോയെ നമുക്ക് മക്കളെ പല രീതിയിൽ സ്നേഹിക്കാം. ആദ്യത്തെ രീതി സിസ്റ്റർ പറയാം, നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈശോയുടെ കൂടെ സമയം ചെലവഴിച്ച് ഈശോയോട് മിണ്ടിയും പറക്കിയും പ്രാർത്ഥിച്ചൊക്കെ നിങ്ങൾക്ക് സ്നേഹിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഈശോയെ കണ്ട് സ്നേഹിക്കാം. പറ്റുമോ അങ്ങനെ സ്നേഹിക്കാൻ? ആരൻ ഈശോയെ സ്വീകരിക്കാറുണ്ട്, അതുപോലെ തന്നെ മേരിയും ഈശോയെ സ്വീകരിക്കാറുണ്ട്. ആരന് മേരിയിൽ ഈശോയെ കാണാൻ പറ്റുമോ? ഇഷ്ടമില്ല എനിക്ക് എൻ്റെ ചേട്ടനെ എന്നും വഴക്കാ വീട്ടിൽ, എനിക്ക് ചേട്ടന് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ ചേട്ടനും എന്ത് ചെയ്യുന്നുണ്ട്? ഈശോയെ സ്വീകരിക്കുന്ന എന്നും. ആ ചേട്ടൻ്റെ ഹൃദയത്തിലും ആരുണ്ട്? ഈശോ ഉണ്ട്. അപ്പോൾ ജസ്റ്റിൻ ചേട്ടനിൽ ഈശോയെ കാണാൻ പറ്റുമോ? അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ, നിങ്ങളുടെ പപ്പയിൽ, മമ്മിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റും. അന്ന് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. വചനം എന്താ പറയുന്നേ? കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് സ്നേഹമാണോ? നമ്മൾ ഈശോയെ കാണുന്നില്ല, ഈശോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം, ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയും. സ്വന്തം കൂടെ അടുത്തിരിക്കുന്ന ക്ലാസ്സിലെ ഫ്രണ്ടിനോട് മിണ്ടാനോ അവൾക്കൊരു പെൻസിലോ നോട്ട്സോ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റില്ലെങ്കിൽ എന്ത് സ്നേഹം? അത് സ്നേഹമാണോ? ഇല്ല. സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെയും സ്നേഹിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ സ്നേഹിക്കാൻ മക്കളെ വലിയ കൃപ വേണം. ഈശോയോട് ചോദിക്കണം, ഈശോയെ എനിക്ക് നിന്നെ സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. നമുക്ക് എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം. പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം. നമുക്ക് പറ്റണ്ടേ? എനിക്ക് ദൈവത്തെ ഭയങ്കര സ്നേഹം ദൈവത്തോട് പറഞ്ഞിരുന്നാൽ മതിയോ? പറ്റില്ല. മറ്റുള്ളവരെയും സ്നേഹിക്കാനും കരുണ കാണിക്കാനും നമുക്ക് പറ്റണം. മൂന്നാമത്തത്, എന്നെ തന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണം. എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റണ്ടേ? എനിക്ക് എൻ്റെ കണ്ണിനെ സ്നേഹിക്കാൻ പറ്റണം, എൻ്റെ ശരീരത്തെ സ്നേഹിക്കാൻ പറ്റണം. ഞാൻ ചിലപ്പോൾ വണ്ണമുള്ള ആളാവും, ഞാൻ ചിലപ്പോൾ മെലിഞ്ഞ ആളാവും, ചിലപ്പോൾ ഹൈറ്റുള്ള ആളാവും, ചിലപ്പോൾ കുഞ്ഞായിരിക്കും ഞാൻ എന്താ ഇങ്ങനെ, എൻ്റെ മൂക്ക് എന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈശോ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ അതുപോലെ എന്നെ തന്നെ സ്നേഹിക്കുവാൻ
എനിക്ക് സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, എന്നെ തന്നെ സ്നേഹിക്കണം, ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും സ്നേഹിക്കണം. എല്ലാറ്റിനെയും സ്നേഹിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൃഷ്ടി പ്രപഞ്ചത്തെ സ്നേഹിക്കണ്ടേ. നമ്മൾ ചിലപ്പോൾ ഈ നടന്നു പോകുമ്പോൾ വേസ്റ്റൊക്കെ അവിടെ കളയും, മരം വെട്ടും, ഇല പറിക്കും, അല്ലേ? ദൈവം സൃഷ്ടിച്ചതെല്ലാം മനോഹരമാണെന്നാണ് വചനം പറയുന്നത്. അതും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സൃഷ്ടികളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. എന്തിൽ പരിപൂർണരായിരിക്കണം? സ്നേഹത്തിൽ പരിപൂർണരായിരിക്കണം. വിശുദ്ധരാകാൻ ത്യാഗം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം? സ്നേഹിക്കാൻ പഠിക്കണം. എന്ത് ചെയ്യാൻ പഠിക്കണം? സ്നേഹിക്കാൻ. വിശുദ്ധരെല്ലാവരും സ്നേഹിച്ചുരാ. മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടില്ലേ? മദർ തെരേസ എങ്ങനെയാ കൽക്കത്തയിലെ തെരുവിലൊക്കെ പോയി ചെളിയിൽ കിടന്നവരെയൊക്കെ എന്താ ചെയ്തേ? എടുത്ത് ഉമ്മ വെച്ച് അവരെ പരിപാലിച്ച്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? കാരണം സ്നേഹം കൊണ്ട്. ആ വ്യക്തിയിൽ, ആ കുഞ്ഞു കൊച്ചിലോ അല്ലെങ്കിൽ ആ രോഗിയിൽ മദർ തെരേസ ആരെ കണ്ടു? ഈശോയെ കണ്ടു. ഈശോയുടെ മുഖം കണ്ടതുകൊണ്ടാണ് എന്തുണ്ടായത്? മദർ തെരേസയ്ക്ക് ആ രോഗിയെ സ്നേഹിക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ കണ്ടിട്ടില്ലേ പല വീട്ടിലും വഴക്ക് നടക്കുന്നത് പപ്പയും മമ്മിയും തമ്മിൽ? കണ്ടിട്ടുണ്ടോ? പപ്പയും മമ്മിയും അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയൊക്കെ തമ്മിൽ വഴക്ക് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു സ്നേഹത്തിൻ്റെ കുറവുണ്ട്. ആ സ്നേഹത്തിൻ്റെ കുറവ് ആര് നികത്തണം? ഈശോയോട് പറയണം, ഈശോയെ ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെ പ്രോബ്ലം ഉണ്ടോ അവിടെ ഈശോയെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സ്നേഹമായി നീ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, കൈ കൂപ്പിക്കേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ സ്നേഹമായി അങ്ങ് കടന്നു വരണമേ. ദൈവത്തെ സ്നേഹിക്കുവാൻ, എന്നെ തന്നെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഈ സൃഷ്ടി പ്രപഞ്ചത്തെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ അനുഭവം നമുക്ക് കേട്ടാലോ? എൻ്റെ പേര് ഏഞ്ചല മരിയ മാർട്ടിൻ. ഞാൻ കാമുരി പാരിഷിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പയും അനിയനും അനിയത്തിയുമുണ്ട്. പണ്ട് തൊട്ടേ ഞാൻ പഠിക്കാൻ നല്ലതായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് കിട്ടിയ ആ ടീച്ചറിന് 2-3 കുട്ടികളോട് മാത്രം പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം സങ്കടമായി. അതിൻ്റെ പഠിത്തത്തിനെ തന്നെ ബാധിച്ചു. എനിക്ക് ഫസ്റ്റ് ടേമിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി. പഠിക്കാനുള്ള ആത്മവിശ്വാസം എനിക്ക് പോയി. അത് എനിക്കൊരു ആഗ്രഹം തോന്നാതായി. ആ സമയത്താണ് എനിക്ക് ക്രൈസ്റ്റ് ആർമി റിട്രീറ്റിൽ കൂടാനൊരു അവസരം കിട്ടുന്നത്. ഞാൻ അവിടെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസം കിട്ടി. കൗൺസിലിങ്ങിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടി. എനിക്ക് അടുത്ത ടേമിൽ നല്ല മാർക്ക് കിട്ടി. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവസ്നേഹം അറിഞ്ഞാൽ മാത്രം പോരാ, അത് പങ്കുവെക്കണ്ടേ? അതിനായി ഒരു ബൈബിൾ വചനം പഠിക്കാം. വിശുദ്ധ യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവരാജ്യത്തിന്റെ പോരാളിയാകുവാൻ ഒന്നിച്ചു പോണു ഞങ്ങൾ. ദൈവരാജ്യത്തിന്റെ പോരാളിയാകുവാൻ ഒന്നിച്ചു പോണു ഞങ്ങൾ.
കൊണ്ടും നീതി കൊണ്ടും അരമുറക്കും ഞങ്ങൾ. വിശ്വാസമാകുന്ന പരിചയന്തി ഒരുങ്ങി നിൽക്കും ഞങ്ങൾ. വിശ്വാസമാകുന്ന പരിചയന്തി ഒരുങ്ങി നിൽക്കും ഞങ്ങൾ. വചനമെന്നൊരു വാളുമെടുത്ത് വിജയം നേടും ഞങ്ങൾ. വചനമെന്നൊരു വാളുമെടുത്ത് വിജയം നേടും ഞങ്ങൾ. ദൈവരാജ്യത്തിന്റെ കാവൽക്കാരായെന്നും ഞങ്ങൾ വളർന്നിടുമേ. ദൈവരാജ്യത്തിന്റെ കാവൽക്കാരായെന്നും ഞങ്ങൾ വളർന്നിടുമേ. It's time to say goodbye now. Until we meet next time, praise the Lord. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. We are all Christ army. We are the army of Christ. We are all Christ army. Not by sight, but by the faith we live, not against flesh.